ഇനി അച്ഛനോ മോനോ ഇതിൽ നിന്നൊന്ന് നറുക്കെടുക്കുക. എടുക്ക്. എടുത്തു വച്ച. അച്ഛൻ എന്തിനാ അച്ഛൻ മടിക്കുന്നേ? അറിയാൻ പോകുന്നത് ദേവിയുടെ തീരുമാനമാണ്, മനുഷ്യൻ്റെതല്ല. അത് തുറന്നു വായിക്കും. നന്ദിനി വരില്ല. ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന ദൈവം സത്യമാണെങ്കിൽ ഇത്രയും കാലം ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ നടത്തിയ നറുക്കെടുപ്പുകൾ സത്യമാണെങ്കിൽ ഇതും സത്യമാണ്. നന്ദിനി വരില്ല. ഇപ്പൊ വിശ്വാസമായല്ലോ. പത്മയുടെ വാശിയാണെന്നും പറഞ്ഞ് തള്ളിക്കളയാൻ എളുപ്പമാണ്. പക്ഷെ ദേവിയുടെ തീരുമാനമാണെന്ന് പറഞ്ഞാൽ അത് തള്ളിക്കളയാൻ അച്ഛനും മോനും പാടായിരിക്കും. ദേ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, അവളെ ഇനി തേടിയിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഒരു കാരണവശാലും അവൾ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ല. കലക്കി മമ്മി, ഇതിലും വലിയ തിരിച്ചടി ഇനി അവന് കിട്ടാനില്ല. സൂര്യ, ഒരുപാട് പ്രത്യേകതകളുള്ള വീടാണ് നമ്മുടേത്. ഇത്തരം ഒരു കാര്യത്തിന് നറുക്കെടുപ്പ് നടക്കുന്ന സ്ഥലം. അച്ഛൻ എന്തായാലും വാക്ക് പാലിക്കണം. അച്ഛൻ ചടങ്ങിലുണ്ടാവണം. സൂര്യ, ഏയ് സാരില്ല അച്ഛ, എനിക്ക് അയാളെ അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എണീക്കടി, എണീക്ക്.
എന്താടി മോളെ, രക്ഷപ്പെടാൻ നോക്കിയിട്ട് നടന്നില്ല അല്ലേ? വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊന്നു കളയുന്നതാ എന്റെ രീതി. പിന്നെ നിന്നെ മാത്രം പോരല്ലോ എനിക്ക്, അവനെ കൂടെ വേണ്ട എനിക്ക്, നിന്റെ ഭർത്താവിനെ. നീ അവന്റെ നമ്പർ പറ. നിന്റെ ഭർത്താവിന്റെ നമ്പർ താടേ. ഇത് നമ്പർ തരാൻ നിനക്ക് പേടിയാണ്? അത്രക്ക് പേടിയാണോ അവന്? പേടിയോ? എന്റെ സൂര്യ സാറിനോ? നിന്നെ പോലുള്ളവരൊക്കെ സൂര്യ സാർ ഒരിക്കലും പേടിക്കില്ല. എടാ, പെണ്ണെന്നൊക്കെ പറഞ്ഞതേ ഇങ്ങനെ ഇരിക്കണം. കാലം എത്ര കഴിഞ്ഞാലും ശരി, നിന്നെപ്പോലെ കുറച്ചു പേര് ഇതേ ഇങ്ങനെ ബാക്കി കിടക്കും. ഭർത്താവിനെ ദൈവത്തെ പോലെ കാണുന്നവര്. ഈ ലോകത്തെ ഏറ്റവും വലിയ കരുതൽ സ്വന്തം ഭർത്താവാണെന്ന് മാത്രം വിശ്വസിക്കുന്നവർ. അതെനിക്ക് വലിയ ഇഷ്ടമായി. ഇനി പെട്ടെന്ന് നമ്പർ പറ. നീ ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് അവനോടൊന്ന് പറയണ്ടേ? പാവം, വല്ലാതെ തളർന്നു പോയിട്ടുണ്ടോ? നമ്പർ പറയടി, നമ്പർ പറയടി. ആ 47. ഹലോ, ഭാര്യയെ തിരക്കി നടക്കായിരിക്കും അല്ലേ? നിങ്ങൾ ആരാ? പോലീസുകാര് നാട് മുഴുവൻ അന്വേഷിക്കുന്നുണ്ടോ? പക്ഷേ അവരൊന്നും നിന്റെ ഭാര്യയെ കണ്ടെത്തില്ല. നിങ്ങൾ ആരാന്നാ ചോദിച്ചത്? പോലീസുകാർക്ക് നിന്റെ ഭാര്യയെ കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? അവളിപ്പോ ഇരിക്കുന്നത് ഈ എന്റെ കസ്റ്റഡിയിലായതുകൊണ്ട്. ആരാടാ നീ?